10 വർഷത്തെ ഭരണത്തിൽ ഒന്നും അവകാശപ്പെടാനില്ലാത്ത സർക്കാർ വർഗീയതയും വ്യാജ പ്രചാരണങ്ങളും നടത്തുകയാണെന്ന് വേങ്ങര UDF സ്ഥാനാർത്ഥി KM ഷാജി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പ്രചാരണത്തിൽ ലീഗ് അണികൾക്ക് ഒരാശങ്കയുമില്ലെന്നും KM ഷാജി 24-നോട് പറഞ്ഞു. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മൾ ഇന്നിപ്പോൾ ഈ സംസാരിക്കുന്നത് അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അങ്ങയുടെ പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള നേതാവിനെ കുറിച്ച് തന്നെ ഒരു വ്യാജ നിർമ്മിതി പടച്ചുവിടുകയും അതിന്മേലുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. ഔദ്യോഗികമായി പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തൊരു രാഷ്ട്രീയമാണ് ഇതിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത് എതിരാളികൾ? കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ രീതി പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലം വരികയാണ്. വളരെ അശുഭകരമായിട്ട് ഒന്നാണത്. അത് ഈ വിഷയത്തിൽ മാത്രമൊന്നുമല്ല, വർഗീയമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയാം. ഒരു സെക്കുലർ ഫാബ്രിക്കിനകത്ത് ഏറ്റവും മികച്ചു നിൽക്കാൻ കഴിയേണ്ടുന്ന ആളുകൾ ആരായിരുന്നാലും അവരൊക്കെ വർഗീയവാദിയാക്കുക എന്ന് പറയാം. ഇപ്പം നമ്മൾ ആരെങ്കിലും ഒന്ന് കണ്ടെന്ന് വർത്തമാനം പറഞ്ഞാൽ അവൻ RSS എന്ന് പറയാം. ഇവൻ ഒരു നമുക്ക് പറ്റാത്തൊരു മുസ്ലിമിനെ കണ്ടാലും ഓൻ ഭീകര മുസ്ലിം വർഗീയവാദി എന്ന് പറയാം. അപ്പോൾ അതിന് കുറേ ടേമുകൾ കണ്ടുപിടിച്ചിട്ട് ആളുകളെ പറയും. അതല്ലല്ലോ പറയേണ്ടത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം എന്താണ്? ഈ കേരളത്തിലെങ്കിലും ഇന്ത്യയുടെ ഒരു പൊതുപരിപ്രേക്ഷ്യത്തിൽ വർഗീയത മാർക്കറ്റ് ചെയ്യുന്ന കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. കേരളത്തിൽ അങ്ങനെയല്ലല്ലോ. കേരളത്തിലെ മനുഷ്യരുടെ വിശപ്പ് പരിഹരിക്കാൻ, അവരുടെ സങ്കടങ്ങൾ പരിഹരിക്കാൻ, അവർ നിരന്തരമായി അഭിമുഖീകരിക്കുന്ന മാനുഷികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ആ തെരഞ്ഞെടുപ്പിൽ ഇത്തരം വഴികൾ സ്വീകരിക്കുന്നത് ഇന്ന കാര്യം ഞാൻ പറയണില്ല. അത് ഏറ്റവും മ്ലേച്ഛമായ ഒന്നാണ്. അത് ആരും പരിശോധിക്കേണ്ട കാര്യമാണ്. അങ്ങേക്ക് മുൻപുണ്ടായിരുന്ന ജനപ്രതിനിധി മലപ്പുറത്തേക്ക് മണ്ഡലം മാറിയപ്പോൾ ഇടതുപക്ഷം അടക്കം പ്രചരിപ്പിക്കുന്നത് കണ്ടോ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കണ്ട അദ്ദേഹം മണ്ഡലം മാറി എന്നുള്ളതാണ്. അങ്ങ് എവിടേക്ക് വരുമ്പോൾ എന്ത് മറുപടിയാണ് അത്തരം പ്രചരണങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഒരു വില കുറഞ്ഞ ആരോപണമല്ലേ. ഞങ്ങൾ മത്സരിക്കുന്ന ഒരു പ്രതലമുണ്ട്. അത് ഇന്ത്യൻ പൊളിറ്റിക്സിലാണ്, വിശേഷം ഇപ്പോൾ കേരളത്തിലാണ്. ഞങ്ങൾക്ക് പറയാവുന്ന എന്തെല്ലാം രാഷ്ട്രീയമുണ്ട്. ചെറിയ സുക്കേടുകളുമായിട്ട് വന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒറ്റക്ക് മത്സരിച്ചപ്പോൾ അങ്ങനെ കിട്ടിയില്ലേ, രണ്ടും കൂടി കൂട്ടിയാൽ 10 ആവൂലേ, അതുകൊണ്ട് ഇയാൾ തോറ്റുപോകില്ലെന്നൊക്കെ പറയുന്ന രാഷ്ട്രീയമൊന്നുമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ വേങ്ങരയ്ക്ക് വേണ്ടി മാത്രം മത്സരിക്കുന്ന കാൻഡിഡേറ്റും അല്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കേരളത്തിലെ നിയമസഭയിലേക്ക്, അവിടെ ആ സഭയുടെ പേര് അദ്ദേഹത്തോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണം. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്. നിയമം നിർമ്മിക്കുന്ന സഭയാണ്, കോർട്ടുണ്ടാക്കുന്ന സഭയല്ല. മനസ്സിലായോ നിങ്ങൾ? അപ്പോൾ വേങ്ങരയുടെ മാത്രം MLA ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് UDF മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനം കൂടി ലഭിച്ചു. അങ്ങനെ എല്ലാവരെയും പ്രതിനിധീകരിക്കാൻ കഴിയട്ടെ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.